ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുട പെരുന്നാൾക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പെരുന്നാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വികാരമാണ് ഗൈസ്. നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വെക്കേഷന് അച്ഛൻ്റെ അവിടേക്ക് പോയി നിൽക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ ഇവിടേക്കാണ് വരാറ്, നമ്മുടെ സ്വന്തം വിനേശിൻ്റെ അവിടേക്ക്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിണ്ടി പെരുന്നാൾ, പിണ്ടിക്ക് കൊടിക്കുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവമാണ്. അവർ ഓരോ വർഷം തോറും വെറൈറ്റി പിണ്ടികളും വെറൈറ്റി ഡിസൈനൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഓരോ പിണ്ടികൾ കാണാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓരോ എന്താ പറയുക, ഓരോ അങ്ങാടി പോലെയാണ് ഓരോരോ വഴികൾ. നമുക്ക് കാണാൻ തന്നെ ഉണ്ട് അവിടെ ശരിക്കും പിണ്ടികളെ. എനിക്ക് തോന്നുന്നു ഇരിങ്ങാലക്കുടം മൊത്തം ഇങ്ങനെ കുറേ പിണ്ടികളൊക്കെ ഓരോ വീട്ടിലും അവർ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. വിഭവസമൃദ്ധമായ ഒരു നോൺ വെജ് സദ്യ. അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അങ്ങനെ കുറേ വർത്തമാനങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എവിടെ പോയാലും ഈ സംസാരം കുറേ വിശേഷങ്ങളും പറയാനുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റുന്ന ഒരേ ഒരു പെരുന്നാളാണ് ഇരിങ്ങാലക്കുട പെരുന്നാൾ. ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം ഒരേ സമയത്തും ഒരേ ദിവസങ്ങളിൽ തന്നെയായിരിക്കും. അത് കാരണം ഇത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതാ നടുക്കിൽ തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളില്ലേ, ഒരു വൈറ്റ് ടോപ്പ് ഇട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ആൻറ്റിയാണ് കേട്ടോ. ഞങ്ങളുടെ പിള്ളേർക്കൊപ്പം വൈബ് അടിച്ച് നിൽക്കുന്ന ആൻറ്റിയാണ് ജിപ്പി ആൻറ്റി. അപ്പോൾ ആൻറ്റി ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ തുള്ളലാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ ഡാൻസ് കളിക്കാന്ന് വെച്ചാൽ ഒരു എന്ന് പറയുന്ന ഇരിങ്ങാലക്കുട പെരുന്നാൾ പോലെ തന്നെ മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഞങ്ങളുടെ ഈ ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഓരോ പാട്ടുകൾ കണ്ടുപിടിച്ച് ഇങ്ങനെ മാറ്റി വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു വൈബ് തന്നെ ഗൈസ്. ഞങ്ങളെപ്പോലെ ഇങ്ങനെ തുള്ളിക്കൊണ്ട് വൈബ് പിടിച്ച് നടക്കുന്ന ഫാമിലീസ് ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മാത്രമല്ല ഞങ്ങൾക്ക് ഇതാ ഓരോ മാസ്റ്റർ പീസ് സ്റ്റെപ്പുകൾ തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് അടിക്കലും വൈബടിക്കലും എല്ലാം കഴിഞ്ഞ് കുറേ നേരം വർത്താനം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു 6:30 അപ്പോൾ ഈ നമ്മൾ ആൻറ്റിമാരോടൊക്കെ ബൈ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. തൊട്ടപ്പുറം നിൽക്കുന്നതും ഞങ്ങളുടെ ആൻറ്റി തന്നെയാണ് കേട്ടോ. അങ്ങനെ സമയം ഒരു 7 മണിക്ക് ആയപ്പോൾ അവിടെ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ പ്രദക്ഷിണം കയറണതിൻ്റെ നല്ല തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് പിള്ളേരെയും കൊണ്ടൊന്നല്ല, നമുക്ക് തന്നെ പോകാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല, അത്രയും നല്ല തിരക്കായിരുന്നു. ഇപ്രാവശ്യം അമ്മ പോയപ്പോൾ തന്നെ പറഞ്ഞു റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ എയറിൽ ഒഴുകി ഇങ്ങനെ പോവായിരുന്നു എന്ന്. അത്രയും തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു വൈബ് അന്വേഷിച്ച് നമ്മൾ നടക്കുകയാണ്. ഈ പിണ്ടികളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് ചിലവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസം. നോക്കിയൊക്കെ ഈ വഴിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുട പെരുന്നാളും പറഞ്ഞ് കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇരിങ്ങാലക്കുട പെരുന്നാൾ വന്ന് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇനി അടുത്ത ജനുവരി മാസം ആവണം. പക്ഷെ നമുക്ക് ഇനിയും പെരുന്നാളുകൾ പെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അതിന് ഒത്തുകൂടാറുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി